രാജുവിന്റെ കയ്യിൽ നിന്നും പണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് നിമിഷവും ഈ സ്ഥലം വിടാമായിരുന്നു. രാജു എവിടെയുണ്ടെന്ന് അറിയാമോ? ഇല്ല, പക്ഷെ അവൻ ഏത് നിമിഷവും ആ പണവുമായി തിരിച്ചു വരും, തീർച്ച. പേടിക്കണ്ട, പോലീസൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എവിടെ എവിടെ ആ പുള്ളിയൊക്കെ ഒന്ന് നോക്കട്ടെ. പുറത്തോ? എന്നാലും ഇത്രയും സുന്ദരിയായ നിന്നെ പൊള്ളിക്കാൻ ആ കള്ളക്കഴിവരോട് തോന്നിയല്ലോ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? എന്നെ പരിശോധിക്കാനോ? അയ്യോ അല്ല, ശുക്രുണ്ടോ? അല്ല, എന്നെ ഇടിച്ച് പിരുത്തുകളെയൊന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇത് ഞാൻ താമസിക്കുന്ന വീടാ, അല്ലാതെ ശുക്കൂറിന്റെ വീടല്ല. ഓക്കെ. അല്ല, ഞാൻ ആദ്യം കണ്ടപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. അയ്യോ അങ്ങനെ പറയല്ലേ, ഒരു നടിക്ക് വേണ്ട എല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ട്. ഹൈറ്റൊക്കെ നോക്കട്ടെ. കറക്റ്റ് കറക്റ്റ്, ഇങ്ങനെ ഒത്തിട്ടാൻ പാടാ. നിങ്ങൾ പോയി പണി നോക്കണം മിസ്റ്റർ. അയ്യോ അങ്ങനെ പറയല്ലേ, എന്തൊരു ഷേപ്പ്. ഞാനൊന്നും മനസ്സ് വെച്ചാലുണ്ടല്ലോ, I'll make you a superstar. I'll make you a dream girl. താൻ ഇതിനാണോ ഇങ്ങോട്ട് വന്നത്? സാർ, ഞാൻ ശുക്കൂർ ഇതിനകത്തുണ്ടോ എന്ന് പരിശോധിക്കാൻ തുടങ്ങിയ. വേണ്ട, ഒന്നും പറയണ്ട. തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് എന്നെ വേണം അടിക്കാൻ. നടക്ക്. പറ്റില്ല. ഇൻസ്പെക്ടർ ജയദേവന് ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ കൂട്ടത്തോടെ അയാളുടെ വലയിലകപ്പെടാൻ ഇനി അധിക സമയം വേണ്ടി വരില്ല. അവനെ അടക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അവൻ എന്റെ ഈ കാൽക്കൽ വന്ന് വീഴും. ആഹാ, ഇന്നെന്താ ബർത്ത്ഡേ ആയിട്ട് മോള് സ്കൂളിൽ പോകുന്നു? ഇന്നെനിക്ക് മന്ത്ലി ടെസ്റ്റ് ഉള്ളതാ, എനിക്ക് പോണം. ഡാഡി കൊള്ളാം, മടിയില്ലാത്ത പിള്ളേരെ മടി പഠിപ്പിക്കും. ബർത്ത്ഡേ പാർട്ടി വൈകുന്നേരം അല്ലേ? ഡാഡി വൈകുന്നേരം മോളെ കൊണ്ടുവരാൻ നേരത്തെ വരണം. പിന്നെ ഡാഡി നേരത്തെ വരില്ലേ? വൈകുന്നേരം മോളുടെ ബർത്ത്ഡേ പാർട്ടി കളക്കേണ്ടതല്ലേ? താങ്ക് യു ഡാഡി. ആ ഡാഡി വേഗം പോയി റെഡിയാവും. നിന്റെ ഡാഡി മമ്മിയെ പോലെയാണ്. ഒരു സെക്കൻഡ് പോരെ ഡാഡിക്ക് റെഡിയാകാൻ. ആഹാ, നല്ല ഡാഡി മോളും. ഷൂസ് ഇടണ്ടേ? പിണക്കമന്തി പിണക്കമന്തി ഡാഡിയോടൻ മമ്മി. യെസ് സാർ. 3 മണിക്കോ? യെസ് സാർ, ഞാൻ വരാം സാർ. എനിക്ക് അത്യാവശ്യമായി ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് പോകണം. ഹോം മിനിസ്റ്റർ വരുന്നുണ്ട്. സാർ എന്തായി പറയുന്നേ? ഇന്ന് മോളുടെ ബർത്ത്ഡേ അല്ലേ? എന്ത് ചെയ്യാനാടോ, ഹോം മിനിസ്റ്റർക്ക് അറിയില്ലല്ലോ എന്റെ മോളുടെ ബർത്ത്ഡേ ആണെന്ന്. താനൊരു കാര്യം ചെയ്യണം, മോളുടെ സ്കൂൾ വരെ ഒന്ന് പോയി മോളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കണം. ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞാൽ അവൾ കാത്തിരിക്കും. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നേക്കാം. അതിനെന്താ സാറേ, ഇപ്പൊ തന്നെ പോകാലോ. പിന്നെ വരാതെ മമ്മിയുടെ അപ്പത്തിരിപ്പുണ്ട്. നീ കണ്ടിരുന്നു?
മോളെ ഇതുവരെ കാണുന്നില്ലല്ലോ. ഞാനും അത് ആലോചിക്കുന്നത്. ഇനി ഞാൻ വേറെ വല്ല സ്കൂളിലും പോയി അന്വേഷിക്കുന്നുണ്ടാവും. ജേട്ടൻ ചെന്ന് വിളിച്ചുകൂടായിരുന്നു? നീ വിഷമിക്കാതിരിക്കെ, മോള് വരുന്നേ. അതേക്ക് മോളെവിടെ? മോളിങ്ങോട്ട് വന്നില്ലേ? ഇവിടെ വന്നില്ലേ? ഒരു പോലീസുകാരൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നുള്ള ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞു. ഹലോ, എന്താ ഇൻസ്പെക്ടർ ജയദേവൻ? ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നില്ലേ? മോളെ കാണാനില്ല അല്ലേ? ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ശുക്കൂർ. കേക്ക് മുറിച്ചോളൂ. മോളെ ആശംസകൾ അറിയിക്കണമെങ്കിൽ ഓടിൽ കൂടെ തന്നെ ആയിക്കോളൂ. ഉന്നാര മോൾ ഇവിടെ തന്നെ ഉണ്ട്. ഡാഡി, ഡാഡി, വേഗം വരൂ ഡാഡി. ഡാഡി വന്നില്ലെങ്കിൽ ഇൻസ്പെക്ടർ, നിങ്ങൾ എന്നെ പിടിക്കാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മകളായിരിക്കും, പുല്ലാര മോള്. എന്നെ ഏതെങ്കിലും വിധത്തിൽ കീഴടക്കി കുട്ടിയെ കൊണ്ടുപോകാമെന്നുള്ള വ്യാമോഹം വല്ലതുമുണ്ടെങ്കിൽ അത് ഈ നിമിഷം ഉപേക്ഷിക്കുക. മറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ കുട്ടിയുടെ ശവം ചതഞ്ഞരഞ്ഞ് റെയിൽവേ ട്രാക്കിൽ കിടക്കും. ഓക്കേ? ഹലോ, ഹലോ. എന്റെ മോൾക്ക് എന്ത് പറ്റി? പറയൂ, എന്ത് പറ്റി? സാർ, മിനിമോൾ എവിടെയുണ്ട് സാർ? പറയൂ സാർ. ഷുക്കൂറിന്റെ കയ്യിൽ. അങ്കിൾ, എന്നെ വിടൂ അങ്കിൾ. എന്നെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ക്രിസ്റ്റഫർ, ഇത് ഞാൻ മുറിക്കൊണ്ട്. മോൾ എന്തിനാ കരയുന്നേ? ഇന്ന് എന്റെ ബർത്ത്ഡേയാ. എനിക്കെന്റെ മമ്മി ഡാഡി കാണണം. മോള് കരയുന്നു? ആന്റി, എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടൂ. സാർ, ഇങ്ങനെ ഇരുന്നാലോ? സ്വന്തം കാര്യം വന്നപ്പോ ആവശ്യവും ധൈര്യമൊക്കെ ചോർന്നു പോയോ? മിനിമോൾ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. സാർ എന്താ ഒന്നും മിണ്ടാത്തത്? നാടിനെ സ്നേഹിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ ഭീരുവാകാൻ പാടില്ല. മിനിമോളെ എത്രയും വേഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ അപകടമാണ്. സാറിനെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. മാത്രമല്ല, ഞാൻ നാളെ തിരിച്ചു പോകേണ്ട ഒരു ജയിൽ പുള്ളിയാ. എങ്കിലും മിനിമോളെ കാണാത്തതിൽ സാറിന് മാത്രമല്ല സങ്കടം, എനിക്കുണ്ട്. 2-3 ദിവസത്തെ പരിചയം ആ കുട്ടിയായിട്ടുള്ളെങ്കിലും അവൾ എന്നെ വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞു. സാറ് വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാ. മിനിമോൾ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവളെയും കൊണ്ടേ വരൂ. സുരേഷ്, ഹലോ. സുരേഷ്, ഇത്രയും ആവേശം പാടില്ല. ഇൻസ്പെക്ടറുടെ കുട്ടി മാത്രമല്ല എന്റെ കയ്യിലുള്ളത്, വേറൊരാൾ കൂടിയുണ്ട്. നിന്റെ സഹോദരി ശോഭ. എന്റെ സഹോദരി? അവളെങ്ങനെ നിന്റെ അടുത്ത് വന്നു? എന്താണ് സഹോദരിയുടെ പേര് പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എന്റെ സഹോദരി എന്റെ വീട്ടിലുണ്ട്. വീട്ടിലില്ല സുരേഷ്, ഭയപ്പെടുത്തുകയുമല്ല. നിന്റെ സഹോദരി ഇപ്പോഴെന്റെ കസ്റ്റഡിയിലുണ്ട്. എനിക്കവളെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ? എങ്കിലിതാ കേട്ടുള്ളൂ നിന്റെ സഹോദരിയുടെ ശബ്ദം. ചേട്ടാ,
ശോഭേ, അതെ ചേട്ടാ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ നീ എവിടുന്നാ സംസാരിക്കുന്നത്? എന്താ വിശ്വാസമായോ? നിനക്ക് നിന്റെ സഹോദരിയെ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നീ ജയിലിലേക്ക് തിരിച്ചു വയ്ക്കോ. ഇല്ലെങ്കിൽ എന്റെ സഹോദരി എന്റെ ജീവനാണ് ആ പട്ടി. പക്ഷെ നീ എന്നൊരു ഭീരമാക്കാൻ നോക്കണ്ട. എന്നെ തകർക്കുന്നതിന് മുൻപ് നിന്റെ സഹോദരിയുടെ ഗതി എന്താകുമെന്ന് ആലോചിച്ചോ. ഷുക്കൂർ. ഓ, ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടർ സാർ. എന്നാലും സ്വന്തം രക്തത്തിൽ ജനിച്ച കുഞ്ഞിനോട് ഇത്രയും സ്നേഹമില്ലായ്മ പാടില്ല. ഡാഡി, എന്നെ വന്ന് കൊണ്ടുപോ ഡാഡി. സ്വന്തം കുഞ്ഞിനെ വേണോ അതോ എന്നെ പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന പ്രമോഷൻ വേണോ? ഹലോ, എക്സ്ചേഞ്ച് അല്ലേ? ഞാൻ ഇൻസ്പെക്ടർ ജയദേവനാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ച ഏത് നമ്പറിൽ നിന്നാണ്? എവിടെയാണ് സ്ഥലം? ഓക്കെ, താങ്ക് യു.